ജാൻ എസ് മീഡിയയുടെ വചനജ്യോതിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24. തികച്ചും വ്യത്യസ്തയായ ഒരു വിശുദ്ധയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന വില്യത്തിൻ്റെ മകളായിരുന്നു അഡേല. മധ്യകാല യൂറോപ്പിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളായിരുന്നു ബ്ലോയിസിലെ പ്രഭുവായ സ്റ്റീഫനായിരുന്നു അഡേലയുടെ ഭർത്താവ്. അഡേലയുടെ ജീവിതകഥ മറ്റ് വിശുദ്ധരുടേതുപോലെയല്ല. ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയത്തിലും ജെറൂസലം പിടിച്ചടക്കാൻ നടന്ന കുരിശ് യുദ്ധങ്ങളിലും സജീവമായി ഇടപെടുകയും പോരാടുകയും ചെയ്ത അഡേല എങ്ങനെയാണ് വിശുദ്ധ പദവിയിലെത്തിയതെന്ന് സംശയം തോന്നാം. ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതം ശക്തി പ്രാപിക്കാൻ അഡേല നടത്തിയ ശ്രമങ്ങളുടെ പേരിലാവും അവർ എക്കാലവും സ്മരിക്കപ്പെടുക. നിരവധി ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും ആശ്രമങ്ങളും ആശുപത്രികളും പണിയുകയും ചെയ്ത ധീര വനിതയായിരുന്നു അവർ. നോർമാൻഡിയിലെ അഡേല എന്നും ഈ വിശുദ്ധ അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ രാജാവായ സ്റ്റീഫൻ്റെയും വിൻചെസ്റ്ററിലെ ബിഷപ്പായിരുന്ന ഹെൻറിയുടെയും മാതാവാകുവാനും അഡേലയ്ക്ക് ഭാഗ്യം ലഭിച്ചു. സ്റ്റീഫന് മുൻപ് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി ഒന്നാമൻ അഡേലയുടെ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു. അഡേലയെ ബ്ലോയിസിലെ പ്രഭു സ്റ്റീഫൻ വിവാഹം ചെയ്യുന്നത് 1083 300ഓളം എസ്റ്റേറ്റുകളുടെ ഉടമയായിരുന്നു സ്റ്റീഫൻ. സ്വന്തം കാര്യം മാത്രം നോക്കാൻ ആഗ്രഹിച്ചിരുന്ന സ്റ്റീഫനെ നിർബന്ധിച്ച് ആദ്യത്തെ കുരിശ് യുദ്ധത്തിന് അയച്ചത് അഡേലയായിരുന്നു. ജെറൂസലേമിൻ്റെ അധികാരത്തിനായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന കുരിശ് യുദ്ധങ്ങളിൽ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ പടപൊരുതിയിരുന്നു. എന്നാൽ ഭീരുവായ സ്റ്റീഫൻ യുദ്ധസ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോന്നു. 1-2 വർഷത്തിനകം സ്റ്റീഫൻ മരിച്ചു. രണ്ടാം കുരിശ് യുദ്ധം 1102 ആരംഭിച്ചപ്പോൾ അഡേലയും അതിൽ പങ്കുചേർന്നു. തൻ്റെ മകൻ സ്റ്റീഫൻ ഇംഗ്ലണ്ടിലെ രാജാവാകുന്നതിനും മറ്റൊരു മകൻ ഹെൻറി ബിഷപ്പാകുന്നതിനും സാക്ഷിയായ ശേഷം അഡേല 1137 മരിച്ചു. പാപത്തിലും പാപമില്ലായ്മയിലും ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിത്യസമ്മാനത്തെപ്പറ്റിയാണ് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം: എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്.